ഹലോ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയുടെ 7ാമത്തെ ദിവസത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ച ഇന്നാകുമ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്നാണ് എൻ്റെ വെയിറ്റ് എത്രയാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയാമോ. ഈ ഒരാഴ്ച എങ്ങനെ ഉണ്ടായിരുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലും ചീറ്റ് എടുക്കേണ്ടി വന്നോ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയും കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ 7ാമത്തെ ദിവസം. ഇന്ന് എൻ്റെ റെസ്റ്റ് ഡേ ആണ്. ഇപ്പോൾ ഈ റെസ്റ്റ് ഡേ അന്ന് ജിമ്മില്ല, ഒന്നുമില്ല. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് വിശക്കോ, വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ നമുക്ക് നോർമലി വിശപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എനിക്ക് വിശന്നായിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്താണ് അഡ്ജസ്റ്റ് ചെയ്തത് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറയും കേട്ടോ. അപ്പോഴും ഇവിടെ തണുപ്പൊക്കെ തന്നെയാണ്, തണുപ്പിന് വേറെ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ ഡയറ്റ് എനിക്കെന്തോ ഡയറ്റ് എടുത്തതിന് ശേഷം, ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തതിന് ശേഷം എനിക്കതിനെ മുടക്കാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രേവിങ്സ് എനിക്ക് ഷ്യൂറായിട്ട് എനിക്ക് ക്രേവിങ്സ് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഞാനത് മാക്സിമം കൺട്രോൾ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ നിങ്ങളെയും കൺസിഡർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എൻ്റെ കാര്യം ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ വെയിറ്റ് കുറഞ്ഞോ, ഈ ആഴ്ചയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇന്നത്തെ വീഡിയോ എൻ്റെ ആകുമ്പോൾ ഞാൻ പറയുന്നതാണ്. ഇനി 12 മണി ആകുന്നതിന് തൊട്ട് മുന്നെയാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത്. കാര്യം ഇത്രയും നേരം എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ 12 മണി ആകുമ്പോൾ ഞാൻ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യും. ആ സമയത്ത് നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. അങ്ങനെ 12 മണി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചിയാ സീഡ് വാട്ടറാണ്. അപ്പോൾ ചിയാ സീഡ് വാട്ടർ കുടിച്ചിട്ടാണ് എൻ്റെ 12 മണിക്കുള്ള ഫാസ്റ്റിംഗ് ഞാൻ ബ്രേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ലഞ്ച് ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ, അങ്ങനെ എൻ്റെ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിന്ന് എടുത്തേക്കുന്നത് 2 ചപ്പാത്തി, 2 മുട്ട, പിന്നെ കുറച്ച് തൈരും അതുപോലെ മഷ്റൂമും പനീറും കൂടിയിട്ട് കുറച്ച് മുളക് പൊടി, അതുപോലെ കുറച്ച് ഉപ്പ്, പിന്നെ നമ്മൾ കുറച്ച് ബട്ടറും കൂടി ചേർത്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് ഒന്ന് എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് ഇന്ന് ലഞ്ചിന് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കിനി സ്നാക്ക് ടൈമിൽ കാണാം. ബൈ ബൈ. ഹലോ, ഞാനിന്ന് എൻ്റെ സ്നാക്ക് ടൈമിൽ എടുത്തത് ഒരു ഗ്ലാസ് ഗ്രീൻ ടീ, അതുപോലെ നട്ട്സാണ്. എപ്പോഴും ഞാൻ എടുക്കുന്ന പോലെ തന്നെയാണ് ക്വാണ്ടിറ്റിയും, ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ഇന്നും എടുത്തിട്ടുള്ളത്. കൂടുതലോ കുറവോ ഒന്നുമില്ല. പിന്നെ ഡേറ്റ്സ് അല്ല, അതിന് പകരം റൈസിൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ വെയിറ്റ് ഒന്ന് നോക്കിയാലോ. അപ്പോൾ എൻ്റെ 1 വീക്കിലുള്ള വെയിറ്റ് ലോസ് അല്ലെങ്കിൽ വെയിറ്റ് എങ്ങനെയൊക്കെയാണ് പോയതെന്ന് നോക്കാം. അപ്പോൾ ഡേ 1 69.85, ഡേ 2 ആയപ്പോൾ ആ വെയിറ്റ് 68.90 ആയിട്ട് മാറി. ഡേ 3 ആയപ്പോഴത്തേക്കും എൻ്റെ വെയിറ്റ് 68.40. ഡേ 4 ആയപ്പോഴും സെയിം വെയിറ്റ് തന്നെയാണ്, 68.40. പിന്നെ അതിനുശേഷം ഡേ 5 ആയപ്പോൾ എനിക്ക് 69 കയറി. പിന്നെ ഡേ 6 ആയപ്പോൾ എനിക്ക് 68.75. പിന്നെ ഡേ 7 ആയപ്പോൾ എൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 68.10 ആണ്. ഹലോ, ഇന്നെൻ്റെ 7ാമത്തെ ദിവസമാണ്. അപ്പോൾ ഒരാഴ്ച മൊത്തത്തിൽ ഇങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 7 ആഴ്ചയിൽ എനിക്ക് എന്തൊക്കെ ചേഞ്ചസ് വന്നു, ഞാൻ എങ്ങനെയാണ് വെയിറ്റ് ലോസ് കൊണ്ടുപോയത്, ചീറ്റ് മീലൊക്കെ എടുത്തോ എന്നുള്ളൊരു കാര്യങ്ങളെല്ലാം ഞാൻ പറയും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ ഈ ഒരു വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് എനിക്ക് വലിയ കഷ്ടപ്പാടായിട്ട് ഫീൽ ചെയ്യാത്തൊരു വെയിറ്റ് ലോസ് ആണ്. വിശപ്പെന്ന് പറയുന്ന സാധനം എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൊരു വെയിറ്റ് ലോസ് ആണ്. ഈ ഒരു 7 ദിവസത്തെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഡേ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ 69.85 ആ ഒരു റേഞ്ചിലാണ് എൻ്റെ വെയിറ്റ് നിന്നത്. സെക്കൻഡ് ഡേ ആയപ്പോൾ സഡൻ ആയിട്ട് അത് കുറഞ്ഞു. കാര്യം എന്ന് വെച്ചാൽ വാട്ടർ ലോസ്, മീൻസ് ഇത്രയും ദിവസം ട്രെയിനിലിരുന്നതും അവിടുത്തെ ഫുഡും എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നതെല്ലാം പോയിട്ട് ബാക്കി എൻ്റെ ഐഡിയൽ വെയിറ്റ് ആയിട്ടുള്ള 68 വന്ന് പിന്നും എത്തി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വെയിറ്റ് സ്ലൈറ്റ്ലി ഒന്ന് 69 പോയി. അങ്ങനെ കുറഞ്ഞു ഇപ്പോൾ 68.10 ഞാൻ 7ാമത്തെ ദിവസം വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ 69.85 68.10 ഞാൻ വന്നെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജേർണി എനിക്ക് ഒരിക്കലും ഒരു കഷ്ടപ്പാടുള്ള ഒരു ജേർണി ആയിരുന്നില്ല. പക്ഷെ ഇടയ്ക്ക് എനിക്ക് ചീറ്റ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇടയ്ക്ക് എനിക്ക് ഒരു ചീറ്റ് എടുക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരു ഫുഡ് കഴിക്കേണ്ടി വന്നായിരുന്നു. അതുകൊണ്ടാണ് എൻ്റെ വെയിറ്റ് സ്ലൈറ്റ്ലി ചേഞ്ച് ആയിട്ടുള്ളത്. അപ്പോൾ അത് ഒരിക്കലും വേറൊരു പ്രശ്നമില്ല. പക്ഷെ പിറ്റേ ദിവസത്തെ വെയിറ്റിന് അതിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഗ്രാജുവലി അത് കുറഞ്ഞു തന്നെയാണ് വന്നത്. പിന്നെ വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ ഡയറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഭയങ്കര ടേസ്റ്റി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു.
എനിക്ക് മുട്ട ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് പനീർ ഭയങ്കര ഇഷ്ടമാണ്, മഷ്റൂം ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഹെൽത്തിയർ വേർഷനിൽ എനിക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതെല്ലാം കൂടി ആഡപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരാഴ്ച കൊണ്ടുപോയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഇനി അടുത്ത വരുന്ന ആഴ്ചകളിൽ ഞാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യും. ഈ ഒരു 7 ദിവസത്തിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു 7 ദിവസത്തിൽ 3 ദിവസം എനിക്ക് ജിമ്മിൽ പോയിട്ടില്ല. ആദ്യത്തെ ദിവസം ഓക്കെ, ബാക്കി 2 ദിവസം എനിക്ക് ജിമ്മിൽ പോകാൻ പറ്റിയിട്ടില്ല. എൻ്റെ ഒരു ബോഡിയിൽ വെച്ചിട്ടാണെങ്കിൽ എനിക്ക് അത്യാവശ്യം റെസ്റ്റ് ഡേയും കൂടെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും വെയിറ്റ് ലോസ് ഉണ്ടാകില്ല. മീൻസ് പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് മെഷീൻ അല്ല, ഇഞ്ചസ് ലോസും കൂടി കണക്കാക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മസിലൊക്കെ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ വെയിറ്റ് മാറി. ഇപ്പം അടുത്ത ആഴ്ച ചിലപ്പോൾ എനിക്ക് ഇത്രയും കുറഞ്ഞു എന്ന് വരില്ല, ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതലായിരിക്കാം, ചിലപ്പോൾ ഇതിനേക്കാളും കുറവായിരിക്കാം എന്ന് പറഞ്ഞ് എനിക്ക് ഡീമോട്ടിവേഷൻ ഇല്ല. കാര്യം ഞാൻ ഓൾറെഡി വെയിറ്റ് ലോസ് ഒരുപാട് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ ബോഡി നമ്മൾ ഒരുപാട് വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള ചേഞ്ചസ് മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ഇന്ന രീതിയിൽ കൂടുന്നുണ്ട് കുറയുന്നുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം ഓൾറെഡി ഞാൻ കുറേ വെയിറ്റ് ലോസ് ചെയ്തത് കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് എൻ്റെ ബോഡി ഏതൊക്കെ രീതിയിൽ വെയിറ്റ് ലോസ് വരും, വെയിറ്റ് ലോസ് വരില്ല. എൻ്റെ ബോഡി പ്രോപ്പറായിട്ട് റെസ്റ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും വെയിറ്റ് ലോസ് വരില്ല. ചില സമയങ്ങളിൽ എനിക്ക് വെയിറ്റ് കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്, ചില സമയങ്ങളിൽ കുറവായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അറ്റ് ദ എൻഡ് വരുമ്പോൾ എന്തായാലും എൻ്റെ വെയിറ്റ് കുറവ് തന്നെ ആയിരിക്കും, അതും എനിക്കറിയാം. അപ്പോൾ ഇന്നോ ഇന്നലെയോ കൊണ്ട് എനിക്ക് ഇങ്ങനെ വെയിറ്റ് ലോസ് ചാലഞ്ച് ചെയ്തു, നാളെ എനിക്ക് വെയിറ്റ് ലോസ് വന്നു, അങ്ങനെ ഒരു സംഭവം ഞാൻ എൻ്റെ ഈ വെയിറ്റ് ലോസ് ജേർണിയിൽ ഞാൻ കൊണ്ടുപോകുന്നേ ഇല്ല. അതിന് എന്തൊക്കെ വന്നാലും ശരി തന്നെയാണ്. ഇപ്പോൾ ഈ ഒരാഴ്ച 68.10 ആണ്, അടുത്ത ആഴ്ച ചിലപ്പോൾ 69 ആയിരിക്കാം എൻ്റെ വെയിറ്റ്. എങ്കിൽ പോലും എനിക്ക് അതിനൊരു പ്രശ്നമില്ല. കാര്യം എനിക്കറിയാം എനിക്ക് വെയിറ്റ് ലോസ് സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. കാര്യം എനിക്ക് ഇഞ്ചസ് ലോസ് വരുന്നുണ്ട്, അങ്ങനെ പിന്നെ കുറച്ചും കൂടെ നമുക്ക് സ്ട്രെങ്ത് വരുന്നുണ്ട്. അപ്പോൾ ബെല്ലി ഫാറ്റ് കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം തന്നെയാണ് വെയിറ്റ് ലോസിനകത്ത് വരുന്നത്. അപ്പൊ അല്ലാതെ വെയിറ്റ് മെഷീനിൽ കയറി നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ച എനിക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റി. പിന്നെ ഇന്നത്തെ എൻ്റെ റെസ്റ്റ് ഡേനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്തു. റെസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ ഇന്നലത്തെ ദിവസം എനിക്ക് റെസ്റ്റ് ഡേ ആണെങ്കിൽ കുറച്ച് ബിസി ആയുള്ള ഡേ ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഇന്നത്തെ റെസ്റ്റ് ഡേ ഞാൻ എങ്ങനെ കൊണ്ടുപോയെന്ന് കഴിഞ്ഞാൽ രാവിലെ എണീറ്റു, ഞാനൊരു കുറച്ച് ചൂടുവെള്ളം കുടിച്ചു. നെക്സ്റ്റ് ഞാൻ ചെയ്തത് ഇവിടെ ഉണ്ടായിരുന്ന കുഞ്ഞുള്ളി ഇല്ലേ, ആ കുഞ്ഞുള്ളി എല്ലാത്തിനെയും ഞാനിങ്ങനെ പൊളിച്ചു വെച്ചേട്ടോ. അപ്പോൾ നാളത്തേക്ക് എന്തൊക്കെ വേണം അതെല്ലാം ഞാൻ ഇന്നത്തേക്ക് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നാളെ എനിക്ക് ഫുഡ് വയ്ക്കുക, ജിമ്മിൽ പോവുക എന്നുള്ള കാര്യം മാത്രം ചെയ്താൽ മതി. അപ്പൊ ഇന്നത്തെ എൻ്റെ റെസ്റ്റ് ഡേ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഞാൻ അങ്ങനെയാണ് കൊണ്ടുപോയത്. കാര്യം ഫുള്ള് ഫുഡിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും, പിന്നെ അത് കഴിയുമ്പോൾ എൻ്റെ ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യാനുള്ള സമയമായി, ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്ത് പിന്നെ ഫുഡ് കഴിക്കാനുള്ള സമയമായി, പിന്നെ ഫ്രഷ് അപ്പ് ആവാനുള്ള സമയമായി. ഇതെങ്ങനെ ഓരോ സ്റ്റേജാണ്. ഇന്നത്തെ ദിവസം മൊത്തത്തിൽ ഈ ഒരു രീതിയിലാണ് ഞാൻ കൊണ്ടുപോയിരുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം ഇനി എനിക്ക് ലഞ്ച് കഴിക്കാം, കിടന്നുറങ്ങാന്നുള്ളൊരു കാര്യം മാത്രമേ ഇനി ഉള്ളൂ. അപ്പോൾ ഈ ഒരു ദിവസത്തിന്റെ 3/4 ഭാഗത്തോളം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ദിവസം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ കൊണ്ടുപോയി. എല്ലാവർക്കും എന്താ പറയാ, എൻ്റെ ഒരു വെയിറ്റ് കണ്ടിട്ട് ഇപ്പൊ എന്ത് തോന്നുന്നു എന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ ഐഡിയൽ വെയിറ്റിൽ പിന്നെ ഞാൻ വന്നെത്തിയിട്ടുണ്ട്. ഇനി എനിക്ക് വെയിറ്റ് കുറച്ച് കൊണ്ടുവരണം. ഇനി നമുക്ക് ലഞ്ച് ടൈമിൽ കാണാം. ബൈ. ഇന്ന് നൈറ്റ് എനിക്ക് കുറച്ച് ചോറ് കഴിക്കാൻ തോന്നി. വളരെ കുറച്ച് ചോറും കുറച്ച് പയറും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ 1-2 ദിവസമായി ഞാൻ ചോറ് കഴിച്ചിട്ട്. അപ്പോൾ എനിക്കിന്നൊന്ന് കഴിക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചോറ് എടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ 7 മണിക്ക് മുന്നേ ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ. ചോറായതുകൊണ്ട് കുറച്ച് നമ്മൾ എടുക്കാത്തതല്ലേ നൈറ്റത്, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ കഴിച്ചതാണേ. എനിക്ക് കുറച്ച് വിശപ്പും തോന്നി, അതുകൊണ്ടാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വെയിറ്റ് ലോസ് ജേർണി ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സക്സസ്ഫുള്ളി 7ാമത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ എൻ്റെ വെയിറ്റും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് അടുത്ത 7ാമത്തെ ദിവസമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 14ാമത്തെ ദിവസമാണ് ഞാൻ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വെയിറ്റ് ലോസ് ചെയ്ത് ഈറ്റിംഗ് വിൻഡോയിൽ സ്റ്റോപ്പ് ചെയ്ത് നന്നായിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ നമുക്കിനി 8ാമത്തെ ദിവസം കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.